നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കിട്ടൻ മാഷിയുടെ സ്വാഗത പ്രസംഗത്തിൽ പ്രാഥമികമായി സൂചിപ്പിച്ചതുപോലെ വിവർത്തന സാഹിത്യത്തിലാണ് ഇ കെ ദിവാകരൻ പോറ്റി എന്ന പോറ്റി മാഷ് ഏറ്റവും തിളങ്ങിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യശ്വാലിൻ്റെ പാർട്ടി കോമ്രേഡ്, ഹ്യൂഗോവിൻ്റെ കഴുമരം, ജൂലിയസ് ഫ്യൂച്ചിക്കിൻ്റെ കഴുമരത്തിൽ നിന്നുള്ള കുറിപ്പുകൾ, പ്രേംചന്ദിൻ്റെ ഗോദാനം, കർമ്മഭൂമി തുടങ്ങി ഒട്ടനവധി കൃതികൾ മലയാളത്തിൻ്റെ ഭാഷയ്ക്ക് പരിചയപ്പെടുത്തുകയും ലോകസാഹിത്യത്തെ മലയാളത്തിൽ കൊണ്ടു പ്രതിഷ്ഠിക്കുകയും ആയിരക്കണക്കിന് വായനക്കാരുടെ മുമ്പിലേക്ക് അവർക്കിഷ്ടം പോകുന്ന ഭാഷാ സ്വഭാവങ്ങളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ മേഖല വിവർത്തന സാഹിത്യം തന്നെയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിവർത്തനത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ മേടിച്ച് 2003 സി അച്യുത മേനോൻ പുരസ്കാരവും പോറ്റി മാഷിനായിരുന്നു എന്ന് ഈ ഘട്ടത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. പോറ്റി മാഷിയുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് 2006 മുതൽ ഗ്രാമിക അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, പോറ്റി മാഷിയുടെ 20ാമത് അനുസ്മരണ സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ ആദ്യ സ്മാരക പ്രഭാഷണം നടത്തിയ മേധാ പട്കർ മുതൽ ഗോപികൃഷ്ണ അടക്കം ഇപ്പോൾ ഇവിടെ സ്മാരക പ്രഭാഷണം നടത്തുന്ന ശ്രീ ആർ രാജഗോപാൽ വരെയുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഗ്രാമികയിൽ ദിവാകരൻ സാറിൻ്റെ ഇ കെ ദിവാകരൻ പോറ്റി മാഷിയുടെ ഓർമ്മ ദിനങ്ങളിൽ ആയിരക്കണക്കിന് സന്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് പറഞ്ഞു വയ്ക്കാൻ തയ്യാറായി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1988 ഗ്രാമവിചാരവേദി എന്ന പേരിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാലം മുതലുള്ള ബന്ധമാണ് ഇ കെ ദിവാകരൻ പോറ്റിയും ഗ്രാമികയും തമ്മിലുള്ളത് എന്നും ഇവിടെ വിശദമാക്കപ്പെട്ടു. ഗ്രാമികയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ചേർന്ന് 2023 മുതലാണ് സാഹിത്യ പുരസ്കാരം നൽകാൻ തുടങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എ കെ റിയാസ് മുഹമ്മദിന്, ഇവിടെ ശ്രീ പി എൻ ഗോപികൃഷ്ണൻ റിയാസ് മുഹമ്മദിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് പരിചയപ്പെടുത്താൻ അത്തരമൊരു ശ്രമത്തിലേക്ക് ഞാൻ ശ്രമിക്കുന്നില്ല. കന്നഡ, തമിഴ്, തുളു ഭാഷകളിലെ കവിതകളും കഥകളും നോവലുകളും മറ്റെഴുത്തുകളും മലയാളത്തിലേക്ക് ധാരാളമായി മൊഴിമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന എ കെ റിയാസ് മുഹമ്മദിന് ഇത്തവണത്തെ ഇ കെ ദിവാകരൻ പോറ്റി സ്മാരക അവാർഡ് ലഭ്യമായതിൽ അദ്ദേഹത്തെ പ്രത്യേകമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി സന്തോഷപൂർവ്വം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നേരത്തെ വി രവികുമാരനും കാസർഗോഡുകാരൻ തന്നെയായിട്ടുള്ള മങ്ങാട് രത്നാകരനുമാണ് ഈ അവാർഡുകൾ ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം കുറേ കൂടി മനസ്സിലാകും. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചകളിലേക്ക് ഇനി നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ ആപൽകരവും അപകടകരവുമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ ദശാസന്ധിയിൽ നിന്നുകൊണ്ടാണ് ദിവാകരൻ പോറ്റി മാഷിയുടെ ജീവിതത്തെയും കാലത്തെയും നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇ കെ ദിവാകരൻ പോറ്റി മാഷിയുടെ ജീവിതത്തിൻ്റെ കരുത്തിട്ടുള്ള ഓർമ്മകളിൽ നിലനിന്നുകൊണ്ട് പഴയകാലത്തെ ഓർക്കുകയും വർത്തമാനകാലത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള കടമകളെക്കുറിച്ച് സംവദിക്കുകയും ചെയ്യുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചർച്ചയും ഇതിൻ്റെ ഭാഗമായി നടക്കപ്പെടുകയാണ്. സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള സ്വഭാവങ്ങൾ കാണിക്കുകയും ഫാസിസം അക്ഷരാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ തലയ്ക്ക് മീതെ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ തീക്കാറ്റ് നാം ബോധ്യപ്പെട്ടു തുടങ്ങുകയും ചെയ്ത ഒരു കാലമാണിത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചിരുന്ന ആശയങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ എങ്ങനെ സാധ്യമാകും എന്ന് ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും മിത്തുകളെയും ചിഹ്നങ്ങളെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനയെ മറികടക്കാനും ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാനുമുള്ള വഴികളായി കാണുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു തുറന്ന ചർച്ചയുടെയും സംവാദത്തിൻ്റെയും അനിവാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ഇന്ന് കണ്ണീരോടെ കാണുന്ന ഓർമ്മകളുടെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ജനാധിപത്യം ക്രൂശിക്കപ്പെടുന്നതിൻ്റെ, ഭരണഘടന തകർക്കപ്പെടുന്നതിൻ്റെ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഭരണകൂടം തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന തീവ്രവാദം, അതിൻ്റെ എല്ലാ സീമകളെയും കടന്നുകൊണ്ട് ഭരണഘടന എന്തിനു വേണ്ടിയാണോ സ്ഥാപിച്ചത് ആ ലക്ഷ്യങ്ങളെപ്പോലും തകർക്കാൻ ഭരണഘടനയെ ആയുധമാക്കി ഉപയോഗിക്കുന്നതിൻ്റെ ദുരന്ത ഫലങ്ങൾ. മണിപ്പൂരിൽ നിന്ന് രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒടുങ്ങാത്ത ദാഹവും അടങ്ങാത്ത അഭിനിവേശവുമായി ഒരു ജനത നടത്തിയ സമരത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും മണിപ്പൂരിൻ്റെ മണ്ണിൽ പൂർണ്ണ നഗ്നകളായി ശരീരത്തിൽ ഒരു തരി വസ്ത്രം പോലും ധരിക്കാൻ അനുവാദമില്ലാതെ ആൾക്കൂട്ട ആരവങ്ങൾക്കിടയിലൂടെ ഓടിപ്പോകുന്ന രണ്ട്
യുവതികളുടെ ചിത്രം കാണേണ്ടി വന്ന നാടായി ഇന്ത്യ മാറുകയാണ്. സച്ചിദാനന്ദ മാഷ് എഴുതിയതുപോലെ ഭാരതാംബെ നിൻ്റെ നാണം മറയ്ക്കാനൊരു ദേശീയ പതാക പോലും ഇല്ലാതെ പോയല്ലോ എന്ന് വിലപിക്കും വിധം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം പൂർണ്ണനഗ്നരായി ആൾക്കൂട്ടാരവത്തിൻ്റെ ശീൽക്കാരങ്ങളിൽ ഭീതിയോടെ ഓടിപ്പോകേണ്ടി വന്ന 2 യുവതികളുടെ ചിത്രം കണ്ണിൽ നിന്നും മായാത്ത വിധത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ കാണേണ്ടി വന്ന ഇന്ത്യയുടെ മുമ്പിൽ തീർച്ചയായിട്ടും പുതിയ സംവാദങ്ങളും ജനാധിപത്യപരമായിട്ടുള്ള ചിന്തകളും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ആ കടമ നിർവഹിക്കാൻ ഗാമികയ്ക്ക് ആകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 ചടങ്ങുകൾ ഇവിടെ നിർവഹിക്കപ്പെടുകയാണെന്ന് കിട്ടമാഷ് സൂചിപ്പിച്ചു. അത് ഗ്രാമിക ദിവാകരൻ പോറ്റി സാറിൻ്റെ സ്മാരകമായി ഒരു ഗ്രന്ഥശാല ആരംഭിക്കുന്നതിൻ്റെയും അതിലേക്കുള്ള പുസ്തകങ്ങൾ സമാഹരിക്കുന്നതിൻ്റെയും തന്നെ തുടക്കമാണ്. വായന മരിച്ചു എന്നൊരു സംഘം ആളുകൾ പ്രഖ്യാപിക്കാൻ വളരെ ബോധപൂർവം അവസരങ്ങൾ ഉപയോഗിക്കുന്ന കാലത്ത് കൂട്ടായ വായനയും ആ വായനയിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ട അനിവാര്യമായിട്ടുള്ള സംഘം ചേരലുകളും ഏറ്റവും ആവശ്യമായിരിക്കുന്നൊരു കാലത്ത് അത്തരം സംഘം ചേരലുകളുടെ വേദിയായി വായനശാലയുടെ പ്രവർത്തനം മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ AK റിയാസ് മുഹമ്മദിൻ്റെ മക്കളാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ നേരിട്ട് അഭിനന്ദിച്ചതുപോലെ ഈ ചടങ്ങിൽ അദ്ദേഹത്തിന് വേണ്ടി ഉള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഗ്രാമികയുടെ ഈ പ്രവർത്തനം അനുസ്യൂതം യഥാർത്ഥ ആശയഗതികളോടെ മുന്നോട്ട് പോകാനാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. കന്നഡയിലെ പുതിയ എഴുത്തുകാരുടെ കഥകളുടെ വിവർത്തനമായ ചുവന്ന തത്തയും മറ്റു കഥകളും, ശ്രീലങ്കൻ എഴുത്തുകാരുടെ കഥകളടങ്ങിയ ശ്രീലങ്കൻ കഥകൾ, കന്നഡ യുവ എഴുത്തുകാരനായ അബ്ദുൾ റഷീദിൻ്റെ കാറ്റോശയും പിഞ്ഞാണവും ലക്ഷദ്വീപ് ഡയറി, തമിഴിലെ ചാരു നിവേദിതയുടെ നാടകം ആൻ്റോണിൻ ആർത്തോ ഒരു വിപ്ലവകാരിയുടെ ഉടൽ, ശ്രീലങ്കൻ എഴുത്തുകാരൻ ശോഭാശക്തിയുടെ നോവൽ സലാം അലൈഖ് എന്നിവ റിയാസ് മുഹമ്മദിൻ്റെ ശ്രദ്ധേയങ്ങളായ വിവർത്തനങ്ങളാണ്. വിവർത്തന സാഹിത്യത്തിലെ അഗ്രഗാമിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന EK ദിവാകരൻ പോറ്റിയുടെ പേരിലുള്ള പുരസ്കാരം ശ്രീ റിയാസ് മുഹമ്മദിന് ആദരപൂർവ്വം സമർപ്പിക്കുന്നു. രൂപയും പ്രശസ്തിപത്രവും ഫലകവുമാണ് അവാർഡായി നൽകുന്നത്. ഇതോടൊപ്പം തന്നെ 2 ഉദ്ഘാടനങ്ങൾ കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഗ്രാമീണ വായനശാല ഗ്രാമികയുടെ EK ദിവാകരൻ പോറ്റി സ്മാരക വായനശാലയ്ക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണ്. ആ ധനസമാഹരണത്തിന് ആദ്യ സംഭാവന നൽകുന്നത് പോറ്റിമാഷയുടെ മകളായിട്ടുള്ള ശ്രീമതി ആശ മാധവനാണ്. അവരെ സ്നേഹപൂർവ്വം സംഭാവന നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് CKR ജോജോ. പുസ്തകങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ അതിനുള്ളൊരു ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് 3-4 പേരിൽ നിന്നുള്ള പുസ്തകങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ദിവാകരൻ പോറ്റി മാഷയുടെ 30-ൽ പരം പുസ്തകങ്ങൾ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ ഈ വായനശാലയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു. ആ പുസ്തകങ്ങൾ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ജീവാനന്ദനാണ്. അത് ഏറ്റുവാങ്ങുന്നത് ബാലഗോപാലൻ മാഷാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് ബാലഗോപാലൻ മാഷയും പുസ്തകം നൽകുന്നതിന് ജീവാനന്ദനെയും ക്ഷണിക്കുന്നു. സത്യൻ മാസ്റ്ററുടെ KM സത്യൻ മാഷ് അടുത്തിടെ അന്തരിച്ച ഗ്രാമികയുടെ ഓഫീസ് സെക്രട്ടറി കൂടിയായിരുന്ന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പുസ്തകശേഖരം 400-ത്തിലധികം പുസ്തകങ്ങളുടെ പുസ്തകശേഖരം ഏൽപ്പിക്കുന്നു. അതിനുവേണ്ടി സഹോദരൻ KM സുധീർ ആ പുസ്തകങ്ങൾ കൈമാറുന്നു. ദീർഘകാലം വായനശാല സംഘാടകരും ലൈബ്രറി ഓർഗനൈസറുമൊക്കെ ആയിരുന്ന TM ജേക്കബ് തെരുവാപ്പുഴ, അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി 100 പുസ്തകങ്ങൾ കൈമാറുന്നു. അത് മകൻ സാജൻ തെരുവാപ്പുഴ പുസ്തകം കൈമാറുന്നു.
മന്ത്രിയോട് ഇത്രയും കൂടി സമയം തിരക്കിനിടയിലും ഇവിടെ നിന്ന് ഇതിലും കൂടി പങ്കെടുത്തതിനുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്ന ഈ പരിപാടിയുടെ തിരക്കിനിടയിൽ വന്നതിന്.